ഹലോ, രാംജി റാവു സ്പീക്കിംഗ്. മാർക്കറ്റ് ആരാന്നറിയാം മോനെ? ഇവിടെ അച്ഛൻ. അതുകൊണ്ടല്ലേ അവക്ക് ബസ് കിട്ടിയത്. അവിടുന്ന് കല്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് സ്ട്രൈറ്റ് ഇങ്ങോട്ട് പോന്നാൽ മതി. ഇല്ല പേരൊന്നുമില്ല, ഉള്ള ചീത്ത പേരാണ്, അതുകൊണ്ട് എഴുതി വെച്ചിട്ടില്ല. ഭാഷന്റെ പോകം കാണും ചിരി. ഞാൻ പീസ് കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഹായ്, വെൽക്കം. വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ലല്ലോ അല്ലേ? വി ആർ ഓൺ ടൈം. അപ്പോൾ ക്യൂടി ദ ബ്യൂട്ടീസ് ഓഫ് കോമഡി മാസ്റ്റേഴ്സിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ 3 സ്റ്റാർസിനെ ഇൻവൈറ്റ് ചെയ്യണ്ടേ? സോ ലെറ്റ്സ് വെൽക്കം സിദ്ദിഖ് സാർ, മാമുക്കോയ സാർ ആൻഡ് നാദിക ഓൺ ദി സ്റ്റേജ്. പാട്ടില്ല. പാട്ടൊന്നുമില്ലേ? പാട്ടാ എന്തിന്? അല്ല, നിങ്ങൾ വരുമ്പോ ഒരു ഗുമ്മിന് കൂടെ അവർ രണ്ടുപേരും. ആരെ? സിദ്ദിഖ് സാറും മാമുക്കോയ സാറും. ഞാൻ കണ്ടില്ല. അല്ല, സത്യം ഞാൻ കണ്ടില്ല. അല്ല, അപ്പൊ നിങ്ങൾ 3 പേരും ഒരുമിച്ചല്ലേ വന്നത്? നിങ്ങൾ 3 പേരും ഒരുമിച്ചല്ലേ ഉണ്ടായിരുന്നത്? അല്ല, ഞാൻ അവിടെ കണ്ടു. സിദ്ദിഖാനും മാമുക്കാനും ഞാൻ കണ്ടു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയി. തിരിച്ചു വന്നപ്പോ കണ്ടില്ല. ഹലോ, രാംജി റാവു സ്പീക്കിംഗ്. രാംജി റാവു സ്പീക്കിംഗ്. വേറെ പണിയില്ല. ഏയ് ചുമ്മാ അത് ഇല്ലെന്ന്, അവിടെ ഇല്ലെന്ന്. ഞാൻ സാധാരണ ഇതിൽ നമ്മൾ അവിടെ ഇങ്ങനെ നിന്നിട്ട് ഒരുമിച്ച് വരാറ്. ഞാൻ വിചാരിച്ചു, പക്ഷെ സിദ്ദിഖായും മാമുക്കായും ഈ സൈഡിൽ നിന്ന് വരാൻ കഷ്ടം. ഒരു മിനിറ്റ്. ഹലോ, രാംജി റാവു സ്പീക്കിംഗ്. രാംജി റാവു സ്പീക്കിംഗ്. എന്താണ്? മിസ്റ്റർ, നിങ്ങൾ എന്തിനാണ് ആദ്യം ഫോൺ കട്ട് ചെയ്തത്? ഞാൻ എന്ത് കഷ്ടപ്പെട്ടിട്ടാണെന്ന് അറിയുമോ ഈ കട്ടി ശബ്ദത്തിൽ സംസാരിക്കുന്നത്? ഇത് രാംജി റാവു ആണ്. എന്താ പ്രശ്നം? എന്താണ്? നിങ്ങളുടെ ഗസ്റ്റുകൾ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ഗസ്റ്റാ? അതെ. ആര്? ഞങ്ങൾക്ക് പണ്ട് പണി തന്ന ഹംസക്കോയ എന്ന മാമുക്കോയും അത് സംവിധാനം ചെയ്ത ഡയറക്ടർ സിദ്ദിഖ്, ഇവർ രണ്ടുപേരും ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ഒരു മിനിറ്റ്, ഒന്നുകൂടി പറയോ? ഒറ്റ സെക്കൻഡ്, ഒരു സെക്കൻഡ്. സ്പീക്കർ ഒന്നുകൂടി പറഞ്ഞേ. നിങ്ങളുടെ ഗസ്റ്റുകൾ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്ന്. ഞങ്ങൾ എന്ത് ചെയ്യണ്ടത്? അവരെ തിരിച്ചു കിട്ടണമെങ്കിൽ നിങ്ങൾ 3 ലക്ഷം രൂപ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. 3 ലക്ഷം രൂപ? അതെ. ആ തുകയ്ക്കാണ് അവർ പണ്ട് ഞങ്ങൾക്കിട്ട് പണി തന്നത്. 3 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണോ? അതെ. ഞങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളുടെ നമ്പറിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. അല്ല, 3 ലക്ഷം രൂപ നമ്മൾ ഒരു പണി ചെയ്യാൻ പറ്റാത്തോണ്ടല്ലേ ഈ പണിക്ക് ഇറങ്ങിയത്. അല്ല, ഇവിടെ റേഞ്ച് കുറവാണ്. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ഉണ്ട്. ഈ എപ്പിസോഡ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിന്റെ ഫ്ലോറിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇവിടുന്ന് സെൻഡ് ചെയ്ത് തരാം. ഇല്ല, അവരൊന്ന് റിലീസ് ചെയ്താൽ മതി. നമ്മൾ ഇത് എപ്പിസോഡ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കേട്ടോ. അവർ പണ്ടൊരു പടം റിലീസ് ചെയ്തതിന്റെയാണ് ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നത്. ശരി, ഓക്കെ ശരി, ആയിക്കോട്ടെ. വിട്ടു തരുമോ? വിട്ടുതരുമെന്ന് പറഞ്ഞാൽ വരുമായിരിക്കും. നമുക്ക് സിദ്ദിഖിനെ മാമുക്കായ സാറിനെ ഒന്ന് വിളിച്ചാലോ? ഫോൺ സ്വിച്ച് ഓഫ് ആണ്. സിദ്ദിഖായും മാമുക്കായും അവിടെ ഇപ്പുണ്ട്. അവരെ റിലീസ് ചെയ്തിട്ടാണോ? നിങ്ങൾ എവിടെയായിരുന്നു ഇത്ര നേരം? ഞങ്ങള് റൂമിലുണ്ടായിരുന്നു. റൂമിലാ? അല്ല, നിങ്ങൾ ആരും തട്ടിക്കൊണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. തട്ടിക്കൊണ്ടുപോകാൻ ഞങ്ങൾ എന്താ ഫുട്ബോൾ? രാംജി റാവു സ്പീക്കിംഗ് എന്ന് പറഞ്ഞു. ഡ്രസ് ചെയ്ത് ഇറങ്ങിയപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞു കുറച്ച് സമയമുണ്ട്, റൂമിലിരിക്കും, വിളിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ റൂമിലിരുന്നു. ഇപ്പോഴാണ് വന്ന് വിളിച്ചത്. ഞങ്ങൾ ഇറങ്ങി വന്നു. 3 ലക്ഷം രൂപ കൊടുക്കണം എന്ന് പറഞ്ഞു. അതൊക്കെ എടുത്ത് 3 ലക്ഷം രൂപ കൊടുത്താലേ വീടുകൾ റിലീസ് ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞൊരു കോൾ വന്നു. ആ 3 ലക്ഷം രൂപ നമുക്ക് നമ്മൾ നേരെ ഇങ്ങോട്ട് വരൂല്ലേ? അല്ല, ഞാൻ പറഞ്ഞില്ല ഫേക്കാണെന്ന് പറഞ്ഞില്ലേ. ഈ രാംജി റാവു ശരിക്കും ഇപ്പൊ ഉണ്ടോ? സിദ്ദിഖ് സാറിനെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യാം. നിങ്ങൾ എന്താ പറ്റിച്ചു എന്നൊക്കെയാ പുള്ളി പറയുന്നത്. ഇത് വേറെ ആരെങ്കിലും ആയിരിക്കും. പിന്നെ ഏതെങ്കിലും ഭ്രാന്തന്മാര് പിന്നെയും വിളിക്കോ? ആദ്യമൊക്കെ ഡീൽ ചെയ്താണോ അത് സ്വന്തമായിട്ട്? എനിക്ക് ഈ സൗണ്ട് എവിടെ കേട്ടിട്ടുണ്ട് ഞാൻ. നല്ല എവിടെയോ ഉണ്ട്. അതെ, നമുക്ക് പരിചയമുള്ള ഏതൊരു
പക്ഷെ സിദ്ദിഖ് സർ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ രാംജി റാവ് എന്നുള്ള പേര്, ഈ രാംജി റാവിനെ ജനിപ്പിച്ച ആളാണല്ലോ, അപ്പൊ ഈ രാംജി റാവ് എന്നുള്ള ഒരു പേര് അത് എവിടെന്നാ കിട്ടിയത്? അത് ഫാസിൽ സാർ ഇട്ട പേരാണ്. ആണോ? ഫാസിൽ സാർ ഇട്ട പേരാണ്. എന്നിട്ട് രാംജി റാവ് സ്പീക്കിംഗ് എന്ന് പടത്തിന് പേര് ഇട്ടു. അതുപോലെയാണ് ഈ ജോൺ ഹോനായി. ജോൺ ഹോനായൊക്കെ നമ്മൾ ഇട്ടതാണ്. അത് നമ്മുടെ പവനാഴിക്ക് ആദ്യത്തെ പേരായിരുന്നു ജോൺ ഹോനായി. ഹോനായി ആയിരുന്നു. അല്ല, ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ടെൻഷൻ ഇടയിൽ ചോദിക്കാൻ പാടില്ല, എന്നാലും ഞാൻ ചോദിക്കും, പേരുകൾ ഇടുമ്പോ അതിനെ എന്തെങ്കിലും ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത് അത് സ്ട്രൈക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിടാറുണ്ടോ? പിന്നെ അത്തരം പേരുള്ളവർ വേറെ ഉണ്ടാവരുത്, അപ്പോഴാണ് അത്. ജോൺ ഹോനായി, റാവുത്തര്, അവരൊന്നും വേറെ ഇല്ലല്ലോ. അപ്പൊ അവരുടെ പേര് കൊണ്ട് തന്നെ അവരെ ആളുകൾ തിരിച്ചറിയും. പേരിന്റെ കാര്യത്തില് ഇക്ക ഭയങ്കര ഇത്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന മാമുക്ക എന്ന് കേൾക്കുന്ന പേര് ഇക്കാട് തന്നെ ഉള്ളൂ. അതിന് മുമ്പ് കേട്ടിട്ടുണ്ട് മാമുക്കായ. അല്ലാതെ എല്ലായിടത്തും ഇല്ല, നമ്മുടെ കോഴിക്കോട്ടൊക്കെ ഇഷ്ടം പോലെ മാമുക്കായിട്ട് നമ്മള് കേൾക്കാത്തതാണല്ലേ. സിദ്ദിഖ് സാറിനടുത്ത് ഞാൻ ഒരു കാര്യം, ഇപ്പം ഒരുപാട് കോമഡി ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സിന്റെ ഇടയിൽ കോമഡി, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്നും സെറ്റിൽ ഉണ്ടായ ഏതെങ്കിലും നല്ലൊരു ഭയങ്കര കോമിക് ആയിട്ടുള്ള ഒരു അനുഭവമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഇക്കടെ കോമഡികൾ ഞങ്ങൾക്ക് കുറെ അറിയാം. എന്താ പറയാ അതൊക്കെ? അല്ല, കലൂര് എനിക്കൊരു വില്ല ഉണ്ട്. ആ വില്ലയുടെ തൊട്ടടുത്ത ഞങ്ങളൊരു കോമ്പൗണ്ടിലൊരു വില്ല, കോമ്പൗണ്ടില് തൊട്ട് ഫ്രണ്ടിലെ വില്ലയില് ഇക്ക എഴുതാൻ വേണ്ടിയിട്ട്, സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് വന്ന് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വീടിന്റെ സൈഡിൽ ഇങ്ങനെ നോക്കും, കാരണം ഇക്ക പുറത്തിറങ്ങണ്ടെങ്കിൽ പോയി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അറിയാം ഇക്ക സംസാരിക്കാം, പക്ഷെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകില്ല. അപ്പോൾ ഒരു ദിവസം നോക്കിയപ്പോൾ ഇക്ക ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആർക്കും വഴി പറഞ്ഞു കൊടുക്കുകയാണ്. ഹലോ, അവിടുന്ന് കല്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് സ്ട്രെയിറ്റ് ഇങ്ങോട്ട് പോന്നാൽ മതി. പോന്നിട്ട് അവിടെ വരുമ്പോൾ ഒരു കീർത്തി നഗർ ഉണ്ട്. കീർത്തി നഗറിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ലെഫ്റ്റ് തിരിഞ്ഞു പോരണം. തിരിഞ്ഞു വരുമ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു കോമ്പൗണ്ടിൽ കാണുന്ന വില്ല കോമ്പൗണ്ടാണ്. ഇല്ല പേരൊന്നുമില്ല, ഉള്ള ചീത്ത പേരാണ്, അതുകൊണ്ട് എഴുതി വെച്ചിട്ടില്ല. ഞാൻ ഓടിക്കളഞ്ഞു, കാരണം വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇക്കൊക്കെ എപ്പോഴും അങ്ങനെ, അതായത് ഈ സീരിയസ് ആയി പറയുന്ന അതാണോ ബേസിക് ഉള്ള നേച്ചർ? അങ്ങനെയാണോ ഇക്കയുടെ? ലാലും അങ്ങനെയാണ്, പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് തമാശ വരും. പ്ലാൻ ചെയ്തൊന്നും പറയാൻ പറ്റില്ല, അതിങ്ങനെ വരും. അപ്പൊ എന്തായാലും നിങ്ങളെ തട്ടിക്കൊണ്ട് പോവില്ല എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമുക്ക് ഇവിടെ ഇരിക്കാം അല്ലേ? അപ്പൊ നമുക്ക് എപ്പിസോഡ് തുടങ്ങാം ഹാപ്പി ആയിട്ട്, പിന്നെ വേറെ ടെൻഷൻ ഒന്നുമില്ല. ഓക്കെ, അപ്പോ ടു ഹോട്ട് സീറ്റ്സ്. താങ്ക് യു. അപ്പോൾ രാംജി റാവ് സ്പീക്കിംഗ് എന്ന് പറഞ്ഞൊരു കോളൊക്കെ വന്നു. പ്രാങ്ക് ആയിരിക്കും, നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്തതുപോലെ. എന്തായാലും നമുക്ക് അതൊക്കെ ആ ടെൻഷനൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇന്നലെ എപ്പിസോഡ് തുടങ്ങാം. അതിനു മുന്നേ ഒരു ഷോർട്ട് ബ്രേക്ക്. നിന്നോടൊക്കെ ഞാൻ എന്താടാ പറഞ്ഞത്? ഇതിനെ കൊണ്ട് കളയാൻ പറഞ്ഞോ? കൊണ്ട് കളയടേനെ. എന്ത് കുറച്ച് ദിവസം കൂടെ പറ്റത്തില്ലടാ, അച്ഛന് ഇഷ്ടമല്ലടാ, കൊണ്ട് കളയടേ ഇതിനെ. ഇതൊരു മൃഗമല്ലേ, അപ്പൊ ഇതിന് സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, നമുക്ക് അച്ഛൻ അറിയാണ്ട് വളർത്തിയ പോലെ. അച്ഛൻ അറിയാതെ എങ്ങനെ വളർത്തും? അമ്മയ്ക്ക് ഇഷ്ടമാണ് ഇതിനെ വളർത്തുന്നതൊക്കെ, പക്ഷെ അച്ഛൻ സമ്മതിക്കത്തില്ല. എവിടെയാണ് ഇതിനെ കിട്ടിയത് അവിടെ തന്നെ കൊണ്ട് കളഞ്ഞേ. എഴുന്നേറ്റെ കൊണ്ട് കള. ഇവിടെ അച്ഛൻ ദേ വരുന്നുണ്ട്, ഇത് കൊണ്ട് കളയും, അകത്തെങ്ങനെ കൊണ്ട് വെക്കി പോടുന്നു. എന്തോടെ ഒരു കള്ള ലക്ഷണം? എന്താ? അല്ലല്ല, എന്തോ കള്ളം പരിപാടി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്താ പൊന്നടി, സാധനങ്ങൾക്കൊക്കെ എന്നാ വിലയാണെന്നറിയാമോ? ഇങ്ങനെ പോയാൽ കുടുംബ ബഡ്ജറ്റ് താളം തെറ്റും, ചെലവ് ചുരുക്കിയേ പറ്റൂ. കുടുംബം ആകുമ്പോ അങ്ങനെ ചെലവൊക്കെ ഉണ്ടാവും. നിനക്കെന്താ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താല്? ഇതിൽ കൂടുതൽ ഞാൻ ഇനി എന്ത് അഡ്ജസ്റ്റ് ചെയ്യാനാ? ഇതിൽ കൂടുതൽ എന്താ അഡ്ജസ്റ്റ് ചെയ്യാനാ? നീ എന്താണ് അഡ്ജസ്റ്റ് ചെയ്തത്? പെട്രോളിന് വില കൂടിയെന്ന് പറഞ്ഞ് നിങ്ങൾ ഉണ്ടായിരുന്ന കാർ എടുത്ത് വിറ്റില്ലേ? ഗ്യാസിന് വില കൂടിയപ്പോ നിങ്ങൾ എന്താ ചെയ്തത്? എല്ലാം വിറകടുപ്പിലാക്കി. കറണ്ട് ബില്ല് കൂടുന്നപ്പോ ഇപ്പൊ AC ഇടുന്നില്ല. ഇതിൽ കൂടുതൽ ഞാൻ ഇനി എന്താ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? ആഹാര കാര്യത്തിൽ ഞാൻ ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. മാസത്തിൽ 2 തവണ മീനും ഇറച്ചിയും കഴിച്ചാൽ മതി. മാസത്തിൽ 2 തവണ മീനും ഇറച്ചി കഴിച്ചാൽ മതി. അപ്പൊ നമുക്ക് കുറച്ച് കാശ് ലാഭിക്കാം. പിന്നെ ഞാൻ കുറച്ച് കപ്പ ഇടാൻ തീരുമാനിച്ചു. എന്തിന്? കപ്പ ഇടുമ്പോഴേ ഒരു നേരത്തെ ആഹാരം കപ്പയാക്കിയാൽ പിന്നെയും ചെലവ് കുറയില്ലേ? നിങ്ങൾ കഴിക്കാതിരുന്ന കുറെ കൂടെ ചെലവ് ലാഭിക്കാൻ പറ്റും. ഞാൻ കഴിക്കായിരുന്നു. അപ്പൊ ഞാൻ കഴിക്കുന്നതിന് എന്താണ് കുറ്റം? നിങ്ങൾ കല്യാണം കഴിച്ചതാ കുഴപ്പം. നിങ്ങൾ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ എല്ലാം ലാഭിക്കായിരുന്നല്ലോ അല്ലേ?
എവിടുന്നാണ് ഈ പൂച്ചയുടെ ശബ്ദം? അയ്യോ എവിടെയാണ് ഈ പൂച്ചയുടെ ശബ്ദം? അവനെ മിമിക്രി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് പൂച്ചയുടെ ശബ്ദമാണ്. കൊള്ളാല്ലേ? നീ മിമിക്രി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ഓ അതിന് ഈ മെനകെട്ട മൃഗത്തിന്റെ ശബ്ദമുള്ള നിനക്ക് എടാ പൂച്ച എനിക്ക് ഇഷ്ടമല്ലെന്ന് നിനക്ക് അറിയത്തില്ലേ? വേറെ എന്തോരം മൃഗങ്ങളുണ്ടോ അനുകരിക്കാൻ? ചേട്ടാ അതെ, ഇനി എങ്ങാനും ഒരു പൂച്ച എങ്ങാനും വഴി തെറ്റി നമ്മുടെ വീടിന്റെ അകത്തോട്ട് എങ്ങാനും വന്നാൽ നിലത്തടിക്കാ പൂച്ച. അല്ലേ ചേട്ടാ പറയട്ടെ, വന്നാ എന്റെ മക്കള് രണ്ടുപേരും പൂച്ചനെ നന്നായിട്ട് വളർത്തത്തില്ലേ? അമ്മ അതിനെ കുറിച്ച് ഒരിക്കലും പേടിക്കണം, നമ്മൾ വളർത്തിക്കോളാം. ഈ വീട്ടിൽ പൂച്ച വളർത്തുവോ നീ? ചേട്ടാ ഈ പൂച്ച നമ്മുടെ വീട്ടിലോട്ട് വന്നു കയറിയ നമ്മുടെ വീടിന് ഐശ്വര്യവാ. ഒരു പൂച്ച കയറി നമ്മുടെ വീടിന് എന്ത് ഐശ്വര്യം ഉണ്ടാക്കാനടി? അയ്യോ അങ്ങനെയാ പഴമൊഴി. പഴംപൊരി ആയാലും ഉള്ളിവട ആയാലും പൂച്ച കൊണ്ടുള്ള ഐശ്വര്യം ഒന്നും ഇവിടെ വേണ്ട. ഇതെന്തോ പൂച്ച. സത്യം പറ, ഇത് നീ അനുകരിച്ചല്ല. അതടാ നീ അനുകരിച്ചാണോടാ? എവിടെ നടാ പൂച്ച കിട്ടിയത്? സത്യം പറ, സത്യം പറയടി, സത്യം പറ, എവിടെ പൂച്ച കിട്ടിയത്? അയ്യോ ഞാൻ കേട്ടില്ല. അടച്ചിരിക്കാണല്ലോ. ചേട്ടാ പിള്ളേരൊന്നും ചെയ്യല്ലേ, ഞാൻ പറയാം. എന്ത്? ഇവർക്ക് അപ്പുറത്തെ പറമ്പിൽ കിടന്ന ഒരു പൂച്ചേനെ കിട്ടി. മുളച്ചു വരുവാണോ? അല്ല, അവിടെ കിടന്നൊരെണ്ണത്തിന് കിട്ടി. അപ്പൊ അവർക്ക് അത് വളർത്തണമെന്ന് ഭയങ്കര ആഗ്രഹം. ഈ വീട്ടിലോ? ഈ വീട്ടിൽ പൂച്ച വളർത്തോ? ഇല്ലയോ? എന്നെ കൊന്നിട്ടേ നിങ്ങൾ ഇവിടെ പൂച്ച വളർത്തു? അയ്യോ അവര് വളർത്തിക്കോട്ടെ ചേട്ടാ, അവർ അതിനെ കൊണ്ട് അകത്ത് കൊണ്ട് വെച്ചിരിക്കുക. അകത്തോ? അകത്തെന്തിനാ നമ്മുടെ പൂച്ച കൊണ്ട് വെച്ചത്? കണ്ടോ ദൈവമേ, എനിക്ക് കണ്ടോ ആ നശിച്ച ജന്തു കാണിച്ചു വെക്കുന്ന പരിപാടി കണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ വീട്ടിൽ പൂച്ച വളർത്തതെന്ന്. ഒന്നാമത് പൂച്ച എന്ന് കേൾക്കുന്നത് എനിക്ക് കലയാണ്, അറിയാമല്ലോ. എന്തുപടിയാ? പിന്നെ അത്താഴത്തിന് ചമ്മന്തി മതിയാ? ചമ്മന്തിയോ? ഞാൻ രാവിലെ മീൻ മേടിച്ചു തന്നല്ലേ? മീൻ മേടിച്ച് തന്ന് അതാ പൂച്ച ചട്ടിയോട് കൂടി തട്ടി താഴെ ഇട്ട്. അയ്യോ എന്റെ 200 രൂപയാടി പോയത്. 200 രൂപ. സാരില്ല, പോട്ടെ. എന്താ പോട്ടെന്ന്? ചായ കുടിക്ക്. എന്താ കട്ടൻ ചായ? പാലിവിടെ ഉണ്ടായിരുന്ന പാൽ ഈ പിള്ളേര് പൂച്ചക്ക് കാച്ചി കൊടുത്തു. പൂച്ചക്ക് കൊടുത്തോ? അപ്പൊ ഞാനിവിടെ പട്ടിണി കിടന്ന് ആവട്ടെന്നോ? അപ്പൊ പൂച്ച മാത്രം സൂചിച്ച് ചോദിച്ചാൽ മതി ഇവിടെ? എന്നും അതിനെ ഇന്ന് ആവണ്ടല്ലോ. ഞാൻ ഇന്ന് അതിനെ വളർത്താ ഇവിടെ കിട്ടി കണ്ടോ? നാശം പിടിച്ച സാധനത്തിനുണ്ടല്ലോ ഇത് ഒരിക്കലും തിരിച്ചു വരാത്ത രീതി എവിടെയെങ്കിലും പട്ടിയോ? പൂച്ചക്കിട്ടേക്കുന്ന പേര് കേട്ടില്ലേ? പട്ടിന്ന്. ഫ്രണ്ട് നിന്റെയൊക്കെ ബാക്ക് ഞാൻ അടിച്ച് ഞാൻ ശരിയാക്കും കേട്ടാ. പോയവിടെ പഠിക്കാൻ നോക്ക്. എന്നോടൊക്കെ ഞാൻ പറഞ്ഞതാണ് മര്യാദക്ക്. പല ബുക്ക് എടുത്ത് വെച്ച് രണ്ടും കൂടെ പഠിക്കാൻ നോക്കിയ ചെല്ലി പോവോ. അതെ വരുന്നുണ്ട്. കൊണ്ട് കളഞ്ഞ ആ പൂച്ച ഇനി ശല്യം ഇവിടെ ഉണ്ടാകത്തില്ല. ഞാൻ ബസ് സ്റ്റാൻഡിന്റെ പുറകെ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ പൂച്ച വളർത്തിയുള്ള സ്നേഹമൊന്നും എനിക്ക് വേണ്ട. സ്വന്തം ഭാര്യയോട് പോലും സ്നേഹമില്ല. അപ്പോഴാണ് അതെന്തായാലും നീ അങ്ങനെ സംസാരിച്ചേ? അയ്യോ ഒരു കുറവുമില്ല. കഴിഞ്ഞ ദിവസമേ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ശാന്ത ചേച്ചി വന്നിട്ട് എന്നോട് പറഞ്ഞെന്താന്നറിയോ? അയ്യോ കൊച്ചിന്റെ കോലം കണ്ടില്ലേ എന്ന് 3 പ്രാവശ്യം സുന്ദരിപ്പട്ടം മേടിച്ച ആളാ ഞാൻ. എവിടെന്നാ? ഇവരുടെ വീടിനടുത്ത് ദർശന ക്ലബ് എന്നും പറഞ്ഞൊരു ക്ലബ്ബുണ്ട്. ആ ക്ലബിലെ ഈ സൗന്ദര്യ മത്സരത്തിനാണ് ഇവക്ക് ഫസ്റ്റ് കിട്ടിയത്. മാർക്കിട്ട് ആരാന്നറിയാം മോനെ? ഇവിടെ അച്ഛൻ. അതുകൊണ്ടല്ലേ അവക്ക് ഫസ്റ്റ് കിട്ടിയത്. അയ്യോ വലിയ തമാശ. ആ കുന്തം വന്നോ? ഇതാണ് പുല്ലിന്റെ ഒരു കുഴപ്പം. എവിടെ കൊണ്ട് കളഞ്ഞാലും അത് തിരിഞ്ഞു ഇറങ്ങി ഇവിടെ തന്നെ വരും. മെനകെട്ട ജന്തു. ചേട്ടാ അതവിടെ ഇരുന്നോട്ടെ ചേട്ടാ. കണ്ട ഇത്തവണ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ഇത്തവണ നിന്നെ ഞാൻ പെടുത്തും. ഞാൻ പൊന്മുടി റൂട്ടിൽ പോവാണ്. പൊന്മുടി എന്നിട്ട് ഉൾക്കാട്ടി ഞാൻ ഇവന്റെ കണ്ണ് കെട്ടി ഞാൻ കറക്കി വിടും. എന്തിനാ ചേട്ടാ? എന്തിനാന്നോ? അതൊക്കെ ഞാൻ പറയാം. പിള്ളേരുടെ കരച്ചില് കണ്ടില്ലേ? അതിനിവിടെ ഇട്ടിട്ട് പോ.
പോയിന്ന് പഠിച്ചേ രണ്ടും. ചെല്ലി പോ, അകത്ത് പോ. ചെല്ലി പോ. ഹലോ അച്ഛാ, അച്ഛാ ചേട്ടൻ അവിടെ എങ്ങനെ വന്നാച്ചാ? വന്നില്ലേ? അയ്യോ 2 മണിക്കൂർ ആയച്ചാ ഇവിടുന്ന് പോയിട്ട്. ഒരു പൂച്ച ഇവിടെ വന്ന് കയറി, അതിനെ പൊന്മുടിയിൽ എങ്ങാണ്ട് കൊണ്ട് കളയാൻ വേണ്ടി പോയതാ. ഇല്ലെന്ന് വിളിച്ചിട്ട് കിട്ടണില്ല. എനിക്ക് ടെൻഷൻ കൊണ്ട് വയ്യ. അച്ഛാ അച്ഛാ ഒന്ന് കട്ട് ചെയ്തേ. ചേട്ടൻ വിളിക്കുന്നുണ്ട്. കട്ടി. ഹലോ ഹലോ, നിങ്ങളിത് എവിടെയാണ്? ഞാൻ റേഞ്ച് ഇല്ലാത്ത ഒരു സ്ഥലത്തായിരുന്നു. ഇപ്പോഴാണ് ഒരു 2 കുറ്റി റേഞ്ച് കിട്ടിയത്. പെട്ടെന്ന് ഇങ്ങോട്ട് വാ. എടി, ആ മെനകെട്ട പൂച്ച അങ്ങ് വന്നോ? പൂച്ച ഇവിടെ വന്നല്ലോ, പിള്ളേരുമായിട്ട് കളിച്ചോണ്ടിരിക്കുക. വന്നോ? എന്നാ നീ ആ പൂച്ചയോടൊന്ന് ചോദിച്ചേ. എന്ത്? നമ്മുടെ വീട്ടിലോട്ട് അവൻ എങ്ങനാ വന്നേന്ന്. അതെന്താ? ഞാൻ ഈ ഉൾക്കാട്ടി കറങ്ങി നടക്കുവാടി, വഴി തെറ്റി. കോമഡി മാസ്റ്റേഴ്സിൽ ഇനി താര വിളയാട്ടം. വെൽക്കം ചെയ്യാം കിരൺ മോഹൻ. ഹായ് കിരൺ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. എവിടെ നിന്നാണ് വരുന്നത്? കൊല്ലം കുണ്ട്ര. എന്താ ചെയ്യുന്നേ? ട്രെയിനിങ് കഴിഞ്ഞിരിക്കുന്നു. ആണോ? ഓക്കെ, യെസ്. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്? ഇന്നിപ്പോ നമ്മുടെ മിന്നൽ മുരളിയൊക്കെ ഇറങ്ങി സൂപ്പർ ഹിറ്റ് ആയി നിൽക്കുന്ന സമയമല്ലേ, അപ്പൊ അതുകൊണ്ടൊരു സൂപ്പർ ഹീറോ സെലക്ഷൻ മോഡൽ, ഒരു ഓഡീഷൻ മോഡൽ. ഓക്കെ. അതിൽ കുറെ താരങ്ങൾ ജഡ്ജസ് ആയിട്ട്, കുറെ താരങ്ങൾ ഓഡീഷനിൽ പങ്കെടുക്കാൻ വരുന്നതായിട്ട്, ഓക്കെ, അങ്ങനെ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഓ സൂപ്പർ. ഓക്കെ, ഫൈൻ, സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ നടക്കാൻ പോകുന്ന സൂപ്പർ ഹീറോ സെലക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മത്സരം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. അതിനു മുമ്പായി നമുക്ക് ആ സൂപ്പർ ഹീറോ പരസ്യം അങ്ങ് പറഞ്ഞേക്കാം. എടോ ഗോപ, ആ പരസ്യം അങ്ങ് പറഞ്ഞാട്ടെ. ആരാണ് സൂപ്പർ ഹീറോ ആകാൻ ആഗ്രഹിക്കാത്തത്? ചിലയിടത്ത് സ്പൈഡർമാൻ, ചിലയിടത്ത് സൂപ്പർമാൻ. എന്താ ആർക്കും ബാറ്റ്മാൻ ആകാൻ ആഗ്രഹമില്ലേ? എന്തിനാ സഹിക്കുന്നത് ഈ ഡിങ്കനെ? സൂപ്പർ ഹീറോ ആകാൻ വലിയ വില കൊടുക്കേണ്ടി വരും. പരസ്യം കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിനി ജഡ്ജസിനെ പരിചയപ്പെടാം. ഞാൻ കൂടാതെ കോട്ടയം പ്രദീപും സത്യൻ മാഷുമാണ് ജഡ്ജസ്. രണ്ടുപേരെയും ഈ സൂപ്പർ ഹീറോ സെലക്ഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്ക് ഓരോരോ മത്സരാർത്ഥികളെ ക്ഷണിക്കാം. ആദ്യം ആരാ വരുന്നത്? സാറേ, നമ്മുടെ ആ സണ്ണി വെയിനാ വരുന്നത്. എങ്കിൽ ശരി, അയാൾ വരാൻ പറയൂ. എന്താടോ, എന്താ തന്റെ സൂപ്പർ പവർ? ഏതാണോടാ പൊന്നി ഗജരാജമുത്ത? കളി ഹൈ റേഞ്ചിലാണെങ്കിലും അങ്ങ് പാരീസിൽ പോയി ചോദിച്ചാൽ അറിയാം ഈ സാത്താനെ പറ്റി. ഇറങ്ങി പൊക്കോണം സാത്താന്റെ ഹൈ റേഞ്ചിൽ നിന്ന്, ഇല്ലെങ്കിൽ വണ്ടി അടക്കം കത്തിക്കും. ഫിസ്താപ്യൂസ്. ഈ കാണുന്ന ഹൈ റേഞ്ച് തൊട്ട് അങ്ങ് ഉഗാണ്ട വരെ ഞാൻ വളച്ചെടുത്തത് എൻ്റെ ചങ്കൂറ്റ കൊണ്ടാ സാറേ. എൻ്റെ ചങ്കൂറ്റമാണ് എൻ്റെ സൂപ്പർ പവർ. തന്റെ സൂപ്പർ ഹീറോ പവർ കഴിഞ്ഞെങ്കിൽ നമുക്ക് അടുത്ത ആളെ വിളിക്കാം. അടുത്ത ആരോടോ പ്രദീപേ ആ വന്നിരിക്കുന്നത്? സാറേ, അത് നമ്മുടെ കോട്ടയം പ്രദീപല്ല. കോട്ടയം പ്രദീപ് ഞാനല്ലയോ. അടുത്ത വരുന്നതേ നമ്മുടെ അർജുനനാ. എങ്കിൽ അയാൾ വരാൻ പറയൂ. എന്താടോ അർജുന, എന്താ തന്റെ സൂപ്പർ പവർ? മോഹനല്ലേ? മോഹനമല്ലയോ? തനിക്ക് ആള് മാറി. ഞാൻ മധുവാണ്. അല്ല സാറേ, ഞാനേ മോഹനല്ലേ വിളിച്ചാൽ തുടങ്ങാറുള്ളൂ. ആ ശരി, താ തുടങ്ങിയാട്ടെ. മോഹനല്ലേ അമ്മേ, എൻ്റെ 2 വരി കവിത ഞാൻ പാടാം. എൻ്റെ കവിതയുടെ പേര് പച്ചമാങ്ങാത്തൊലി. മകരന്തമാലേയ മാങ്ങാത്തൊലികൾക്ക് മാമ്പൂ മണക്കുന്ന മഞ്ഞുകാലം. തന്റെ കവിതയെ കുറിച്ച് ഞാനിപ്പോ ഒന്നും പറയുന്നില്ല.
യഥാർത്ഥ കവിത എന്താന്ന് ഇപ്പൊ കേൾപ്പിച്ചു തരാം. ആ അനിൽ പരശുരാൻ എവിടെ? ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനായിൽ 100 100 പൂക്കളായി പൊലിക്കവേ നോക്കുവിൻ സഖാക്കളെ നമ്മൾ വന്ന വീതിയിൽ ആയിരങ്ങൾ ചോര കൊണ്ടെഴുതി വച്ച വാക്കുകൾ. ഇപ്പൊ മനസ്സിലായോ എന്താ കവിതയെന്ന്? അടുത്ത ആരോടോ വന്നിരിക്കുന്നത്? സാറേ അത് നമ്മുടെ ബാബുരാജാ. എങ്കിൽ വാടോ. എന്താടോ ബാബുരാജേ, എന്താ തന്റെ സൂപ്പർ പവർ? ഇത്ര മോശ സമയത്തും ഇവിടെ ഇങ്ങനെ ഒരു സൂപ്പർ ഹീറോ സെലക്ഷൻ നടത്തിയതിന് എൻ്റെ നന്ദി അറിയിക്കുകയാണ്. എന്നെപ്പറ്റി പല ഊഹാപോഹങ്ങൾ ഏറലുണ്ട്. ഞാൻ സിനിമയിൽ തല്ലുകൊള്ളുന്നത് സൂപ്പർ ഹീറോ അല്ലാത്തതുകൊണ്ടാണെന്ന് പറയുന്നവരുണ്ട്. ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞാൻ നിയമപരമായും കായികപരമായും നേരിടും. അത് പുറത്ത് ജെട്ടിയിട്ട് നടക്കുന്ന സൂപ്പർമാൻ ആയാലും വല നെയ്ത് നടക്കുന്ന സ്പൈഡർമാൻ ആയാലും എൻ്റെ മാനുവൽ മനസാക്ഷിയാണ്. ഈ കാണുന്ന സൂപ്പർ ഹീറോകളെക്കായി എല്ലാം നന്നായി ചെയ്യുന്നുള്ള എൻ്റെ കോൺഫിഡൻസ് ആണ് എൻ്റെ സൂപ്പർ പവർ. അല്ല, അടുത്ത ആരാ വരുന്നത്? നമ്മുടെ ഹരീഷ് കണാരനല്ലേ? എന്താടോ, എന്താ തന്റെ സൂപ്പർ പവർ? അല്ല അല്ല, ഇതാ അപ്പ സൂപ്പർ പവർ. ഇതൊന്നല്ല സൂപ്പർ പവർ. സൂപ്പർ പവർ എന്ന് പറഞ്ഞാല് രണ്ട് സ്വാതന്ത്ര്യ സമര കാലത്ത്, അക്കാലത്ത് ഈ ഡിങ്കനൊന്നും ഇല്ലല്ലോ. അന്ന് ഒരു കുട്ടി കൂറ കരച്ചില് കരയാ. അന്ന് നമ്മളാണ് ആ കുട്ടിക്ക് അതിൻ്റെ അച്ഛൻ കൂറയും അമ്മ കൂറയും കാണിച്ചത്. ആ കുട്ടിയാണ് പിന്നീട് കുട്ടിക്കൂറ പൗഡർ ആയത്. ആ കുട്ടിയാണ്. തന്റെ വിടൽസ് ഒന്നും ഇവിടെ വേണ്ട. തന്റെ വിടൽസ് താൻ സ്ഥിരം പോയി ചേരുള്ള ചായക്കടയില്ലേ, അവിടെ ചെയ്താൽ മതി. അല്ല, അടുത്ത താരി വരുന്നത് നമ്മുടെ തിരുവനന്തപുരക്കാരനില്ലേ? എന്താടോ അനിൽ നെടുമങ്ങാട്, എന്താ തന്റെ സൂപ്പർ പവർ? കുമ്മാട്ടീനെ കേട്ടിട്ടുണ്ടോ? കുമ്മാട്ടി അല്ല, ഞാനേ മൺവെട്ടിയിൽ കേട്ടിട്ടുണ്ട്. ഒന്നും മിണ്ടായിട്ടോ, അയാൾ പറയട്ടെ. കുമ്മാട്ടി തൃശ്ശൂർ കുമ്മാട്ടിയല്ല, മുണ്ടൂർ കുമ്മാട്ടി. ഇനി ഞങ്ങളുടെ കണ്ണ് വെട്ടിച്ച് നിങ്ങൾ മുട്ടുകയാണെങ്കിൽ ചാകാതിരിക്കാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം. അയാളുടെ കയ്യിൽ പിടുത്തം കൊടുക്കാതിരിക്കുക. അയാൾ ഞെരിക്കും. വാരയിലൊടിഞ്ഞ നെഞ്ചിലും ലങ്സിലും ഒക്കെ കയറും. പണ്ട് ചത്ത പാണ്ഡ്യകളുടെയൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അങ്ങനെ ആയിരുന്നു. ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ ടിപ്പ് പറഞ്ഞു കൊടുക്കുന്നതാണ് എൻ്റെ സൂപ്പർ പവർ. കൊള്ളാം, തന്റെ സൂപ്പർ പവർ എനിക്ക് വളരെ നന്നായി ഇഷ്ടപ്പെട്ടു. അടുത്ത ആരാളോ വന്നിരിക്കുന്നത്? സാറേ ഋതിക് റോഷൻ വന്നു. എവിടെ? ഞാൻ കാണുന്നില്ലല്ലോ. സാറേ നമ്മുടെ കട്ടപ്പനയിലെ ഋതിക് റോഷൻ, നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ. എന്താടോ, എന്താ തനിക്ക് പറയാനുള്ളത്? കണ്ണി കണ്ട പെമ്പിള്ളാരൊക്കെ ഏത് പാതിരാത്രി വിളിച്ചാലും നിനക്കൊക്കെ സൊല്ലാൻ സമയമുണ്ട്. സ്വന്തം അമ്മ വിളിച്ചാ അപ്പം ദേഷ്യമായി കാര്യങ്ങളായി. സഹു അന്ന് എന്നോട് അമ്മ ഇല്ലാണ്ട് തോന്നാട്ടോ. അമ്മ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ആ വിളി കേൾക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അത് ഭയങ്കര വിഷമാടാ. നമ്മളമ്മ പെങ്ങന്മാരെ ഞാൻ പറന്ന് എന്ന് രക്ഷിക്കും. അതാണ് എൻ്റെ സൂപ്പർ പവർ. പറഞ്ഞു രക്ഷിക്കാൻ ഇയാളാരാ, ഡിങ്കനോ? ഒന്ന് പോടോ. അല്ല, അതാരാ ഗതയും പിടിച്ചൊക്കെ നിൽക്കുന്നേ? സാറേ അത് നമ്മുടെ ബാഹുബലിയിലെ കാലകേയനാ. എങ്കിൽ വരാൻ പറയൂ. എന്താടോ കാലകയാ, എന്താ തനിക്ക് പറയാനുള്ള സൂപ്പർ പവർ? ഒറ്റ ഡയലോഗേ പറഞ്ഞോളെങ്കിൽ എന്താ? കാലകേയൻ കിടക്കി തേമർത്ത് കലക്കി. കലകയൻ്റെ വാക്കുകൾ എൻ്റെ സരള കഴിഞ്ഞാൽ എന്നെ പിടിച്ചിരുത്തിയ വാക്കുകളാണ് മിസ്റ്റർ കാലകയൻ്റെത്. വെരി ബ്യൂട്ടിഫുൾ ഓഫ് ഇന്ത്യ ആൻഡ് പ്രൈവസി. അപ്പോൾ നമുക്ക് വിജയെ പ്രഖ്യാപിക്കാനായിട്ട് നമ്മുടെ ഷൈജു ദാമോദരനെ സ്വാഗതം ചെയ്യാം. ഷൈജു ദാമോദര, സ്വാഗതം ചെയ്താട്ടെ. ഇന്നത്തെ സൂപ്പർ ഹീറോ മത്സരത്തിലെ വിജയ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ, പറഞ്ഞ വാക്കുകൾ എല്ലാം വളരെ അർത്ഥമുള്ള, ചെയ്ത പ്രവൃത്തികളെല്ലാം നമുക്ക് മനസ്സിലായ ആ കാലകേയനാണ് വിജയ്. അദ്ദേഹത്തെ വിജയെ പ്രഖ്യാപിച്ചോളൂ. അടയാളപ്പെടുത്തുക കാലമേ, ഇത് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം. ഈ ഭൂഗോളത്തിൽ കാലകേയൻ എന്ന പണ്ടാരക്കാലൻ എന്തുകൊണ്ട് സൂപ്പർ ഹീറോ ആകുന്നു എന്ന് അടിവരയിട്ട പ്രകടനം ഞാൻ തിരുമ്പി വന്നിട്ടെന്ന് ചൊല്ല് കാലകേയണ്ടാ. സൂപ്പർ. സിദ്ദിഖ് സർ എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു. ഒരേ ബ്രീത്തില് പെട്ടെന്ന് പെട്ടെന്ന് പലരുടെയും ശബ്ദങ്ങൾ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരാളൊന്നല്ലാതെ. നല്ല രസമായിരുന്നു. നല്ല ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ.
മാമുക്കോയ സർ എങ്ങനെ ഉണ്ടായിരുന്നു? അത് തന്നെ പറയാനുള്ളൂ. കാരണം ഒരുപാട് എല്ലാവർക്കും സിനിമയിൽ കേൾക്കാത്ത ശബ്ദങ്ങളുണ്ട് വലുതും. പെട്ടെന്ന് അല്ലാതെ അസലായിട്ട് എല്ലാം നന്നായിട്ട്. താങ്ക് യു സർ. എനിക്ക് ഫീൽ ചെയ്തെന്ന് അറിയോ, ഒരു കോളേജ് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ സ്കൂൾ മത്സരവേദികളിലൊക്കെ ഒരു പാർട്ടിസിപ്പന്റ് വന്നിന്ന് മത്സരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്കെച്ച് ഉണ്ട്. അവർ ഈ ഇത്രയും ആർട്ടിസ്റ്റുകളുടെ ശബ്ദങ്ങൾ കോർത്തിണക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോറി കണക്ട് ചെയ്യും. അങ്ങനെ കണക്ട് ചെയ്ത് നമ്മളിങ്ങനെ കേട്ടിരിക്കുന്ന ആ ഒരു ഫീലാണ് ഭയങ്കരമായിട്ട് വന്നത്. പക്ഷേ അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു കോമ്പറ്റീഷന് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സമ്മാനം കിട്ടുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു ചെയ്തത്. നന്നായിരുന്നു എല്ലാ ശബ്ദങ്ങളും. കാരണം ഒരു വലിയ ക്രൗഡിന്റെ മുമ്പിലാണ് ചെയ്യണമെങ്കിൽ ഈ പല ശബ്ദങ്ങൾക്കും നല്ല ക്ലാപ്സ് കിട്ടേണ്ട ശബ്ദങ്ങളാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. നാദിക പ്ലീസ്. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ്, ലണ്ടൻ ക്ലാസിക്. ഈ 2 ഗിഫ്റ്റ്സ് ആണുള്ളത്. സമയം ഇതാ. കോമഡി മാസ്റ്റേഴ്സ് എന്ന ജനപ്രിയ പ്രോഗ്രാമിൽ ഒരു കുഞ്ഞു കുട്ടി തകർപ്പൻ ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് കോമഡി മാസ്റ്റേഴ്സ്. സംഗീതം പഠിക്കണം എന്ന മോഹവുമായി നമ്മുടെ ശശാങ്കൻ ചേട്ടൻ ചെന്നെത്തിയത് ഒരു പുലിയുടെ മടയിലാണ്. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടു. ഭൂലോക വൈകുണ്ഠ നോക്ക് പിടിക്കുമോനെ. ഭൂലോക കായുടെ ഒരു മൃഗമാണോ അത്? ഒരു ചുരുപ്പ്. അല്ല കുഞ്ഞമ്മ. ഭൂലോക തോൽവിയാണല്ലേ. ഞാൻ ഇപ്പോഴായോണ്ടല്ലേ ഈ പാട്ട്. ഇത്രയും വലിയ പാട്ടുകളൊക്കെ തുടക്കത്തിൽ പഠിക്കാൻ പാടല്ലേ. പിന്നെ ഏത് പാട്ടാ വേണ്ടത്? എനിക്ക് ഏതെങ്കിലും സിനിമയിലെ പാട്ടുകളൊക്കെ ഉള്ള ക്ലാസിക്കലൊക്കെ ആയിരുന്നെങ്കിൽ. സുമുഹൂർത്തമാ സ്വസ്തി 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 സുമുഹൂർത്തമാ സുസുക്കി 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 അല്ലടാ, ബജാജിന്റെ ഓട്ടോ. സ്വസ്തി സ്വസ്തി. എനിക്കത് സുസുക്കി പണ്ട് വർഷാപ്പിൽ 10ാം ക്ലാസ്സിൽ തോറ്റവനൊക്കെ വർഷാപ്പിൽ പറഞ്ഞു വിടാതെ സംഗീതം പഠിപ്പിക്കാൻ പറ്റുള്ള കുഴപ്പം ഇതൊക്കെയാണ്. നമുക്കൊന്ന് വിസ്തരിക്കാം. ഞാനിപ്പോ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. ഇപ്പൊ ഗുരുവിന്റെ അത്ര കൊണ്ട് മാഷ് എനിക്ക് മാഷിന്റെ മോഹം കാണും. ചിരി. എണീക്കടാ, എണീക്ക്. ഞാൻ പീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇരിക്കടാ, ഇരിക്ക്. പീസ് കൈയോടങ്ങ് പിടിച്ചോ. പിന്നെ ആകുമ്പോഴത്തേക്ക് നവരാത്രിയല്ലേ. പീസ് മാത്രമല്ല, നവരാത്രിയായിട്ട് എന്റെ ഗുരുവിന് ഞാൻ വേറൊരു ഗുരുദക്ഷിണയും കൂടെ ഉണ്ട്. ഇന്നത്തെ ദിവസം എന്തായാലും നവരാത്രിയല്ലേ. എന്റെ വക ഒരു ചെറിയ സമ്മാനം. तुझे देखा तो ये जाना सनम, प्यार होता है दीवाना
सनम നവരാത്രി അല്ലടാ, വാലന്റൈൻസ് ഡേ ഒന്നല്ലല്ലേ? അല്ലല്ല. സന്തോഷം. എനിക്കൊന്നും പഠിപ്പിച്ചു തന്നാൽ മതി. എനിക്ക് സംഗീതം അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് വരില്ലല്ലോ. എന്തു ഇതിന് കരയുന്നു? ഞാനൊരു പാപിയാടി. അയ്യോ അതെന്ത് പറ്റി? സംഗീതത്തിന്റെ 7 അയലത്ത് പോലും പോകാത്തവനെ പാട്ട് പഠിപ്പിക്കണമെന്ന് പറഞ്ഞ വല്ലാത്ത അവസ്ഥയല്ല. അവൻ ഒരിക്കലും ഒരു പാട്ടുകാരനാവില്ല എന്ന സത്യം അവൻ അറിയില്ലല്ലോ. അത് നിങ്ങൾക്ക് എന്താ വേണം? അവൻ 2-3 പ്രാവശ്യമൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഫീസ് തരുന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്. സമ്മാനം തന്ന്. പക്ഷെ എന്റെ മനസ്സിൽ കിടന്ന് തിളക്കിയത് എന്തോന്ന്? എനിക്ക് ആ സത്യം അവനോട് പറയണം. നിങ്ങൾക്ക് എന്തിന്റെ ഗുരു മനുഷ്യ? അവൻ ഇങ്ങനെ നോക്കുന്നുള്ളത് കൊണ്ടാണ് ഞാനും എന്റെ മോളും ജീവിക്കുന്നത്. അത് നിങ്ങൾക്ക് സഹിക്കുന്നില്ലയോ? ഇല്ല കാദംബരി, എനിക്കത് പറയണം. മോനെ വാടാ. എനിക്കത് പറഞ്ഞില്ലെങ്കിൽ നിനക്ക് സംഗീതം എന്ന് പറയുന്നത് അങ്ങനെ പറയരുത്. സംഗീതം എനിക്ക് പാടാൻ പറ്റിയില്ലെങ്കിൽ വേണ്ടില്ല. മാഷൊക്കെ സംഗീതത്തിൽ കിടന്ന് നീന്തി തുടിക്കുന്ന ഒരു വലിയ ആളാണ്. പക്ഷെ എനിക്ക് സംഗീതം ഇങ്ങനെ നോക്കി കണ്ടാലും മതി. എന്റെ മക്കളെ, നീ ഇതൊന്നും കേട്ടിട്ട് ഒന്നും പേടിക്കണ്ട. നീ 2-3 പ്രാവശ്യം ഫീസ് തരികയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഗിഫ്റ്റുകളും തന്ന് നീ എത്ര കാലം വേണേലും വന്ന് പഠിച്ചോ കേട്ടോ. എത്ര കാലം വേണേലും എനിക്ക് അതാണ് സംഗീതം അത്ര ഞാൻ സ്നേഹിക്കുന്നു. എനിക്ക് എന്റെ ജീവനുള്ള കാലം വരെ എനിക്ക് ആ സംഗീതം. നിന്റെ മൃദംഗം എടുത്തോ. നിന്റെ മൃദംഗം എന്തേ? അയ്യോ, ആ മൃദംഗം പോയി. അത് അതിന്റെ തോല് കൊള്ളത്തില്ല. ചോറ് പോയതിന്റെ പേര് ഞാൻ അത് കളഞ്ഞു. ചോറ് പോയതിന്റെ പേരിൽ മൃദംഗം ഉപേക്ഷിച്ചോ? അതിന് പുതിയത് മേടിക്കാന്ന്. അല്ല, പുതിയൊരു സാധനം മേടിക്കാം. ഒരിക്കലും പാടില്ല. നമ്മള് പഴയ വസ്തുക്കൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അല്ല, ഞാൻ ഇതൊക്കെ നമ്മൾ റീയൂസ് ചെയ്യണം. നമ്മൾ വീണ്ടും വീണ്ടും ഉപയോഗിച്ചോണ്ടിരിക്കണം മോനെ. അല്ല, ഞാനിങ്ങനെ ചില സാധനങ്ങൾ അങ്ങനെ ചെയ്യണം. നമ്മളിപ്പോ ഒരു കുപ്പി വെള്ളം മേടിക്കുന്നു, ആ വെള്ളം കുടിച്ചു, അത് കഴിഞ്ഞ് കുപ്പി കളയോ? ആ കുപ്പി വെച്ചാൽ വീണ്ടും ഉപയോഗമില്ലേ നമുക്ക്? അത് മുറിച്ച് പറ്റിയിട്ട് ഫ്ലവർ പീസ് ആയിട്ട് ഉപയോഗിച്ചൂടെ? നീ മാവ് കണ്ടോടാ? ഈ മാവ് എങ്ങനെ ഉണ്ടായെന്നറിയോ? കുട്ടിക്കാലത്ത് എന്റെ അച്ഛനും ഞാനും കൂടെ റോഡിലൂടെ നടന്നു പോകുമ്പോ അച്ഛൻ എനിക്കൊരു മാങ്ങ വടുത്തുന്നു. ആ മാങ്ങ കഴിച്ചിട്ട് മാങ്ങാണ്ടി ഞാൻ കൊണ്ട് കുഴിച്ചിട്ടായത്. നോക്ക്, അത് വേസ്റ്റ് ആയില്ല, യൂസ്ഫുൾ ആണത്. അല്ല, മാഷ് ഒന്നും ഉപേക്ഷിക്കാത്തോണ്ടാണോ മാഷിന്റെ ആദ്യത്തെ ഭാര്യ ഉപേക്ഷിച്ചത്? മനുഷ്യന് വേണ്ട സമാധാന സ്വസ്ഥതയാണ്. അത് നഷ്ടപ്പെട്ട ആരാരും ഉപേക്ഷിക്കും. അവൻ ഉപേക്ഷിച്ചിട്ട് പോയി. ആരും ഉപേക്ഷിച്ചു? അവള്. മനുഷ്യ, ഇനി ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കേണ്ടി വരുമോ? നീ സഹിക്ക് കുറച്ചാള്. എന്റെ ദൈവമേ. അവരുണ്ടോ അവിടെ? എടാ ആനക്കള, നീ ഇന്ന് എന്റെ അച്ഛന് മോതിരം കൊണ്ടുവന്ന് കൊടുത്തു അല്ലേ? ആര് പറഞ്ഞു അച്ഛന് കൊടുത്തിയാന്ന്? എന്റെ ഈ സംഗീതയ്ക്ക് തന്നെയല്ലേ? എനിക്കറിയാം, അച്ഛന് കൊടുത്തു കഴിഞ്ഞാൽ അച്ഛൻ നേരെ നിനക്ക് തരും, നീ അത് എനിക്ക് തരും, ഞാൻ വീണ്ടും കൊണ്ടത് പണയം വെക്കും, വീണ്ടും നിന്റെ അച്ഛന് ഫീസ് കൊടുക്കും. ഇങ്ങനെ എന്റെ അച്ഛനെ എത്ര നാള് പറ്റിക്കാൻ പറ്റും? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മനഃപൂർവ്വം പറ്റിക്കുന്ന എങ്ങനെയാണോ കുഞ്ഞത്? നീ ഒന്ന് മനസ്സിലാക്കണം, ഈ കൂട്ടിലിട്ട് വളർത്തുന്ന കണക്കുള്ള നിന്നെ കാണാൻ എനിക്ക് വേറെ ഒരു വഴിയില്ല. നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പാട്ട് പഠിക്കാൻ വന്നെങ്കിലല്ലേ ഉള്ളൂ എനിക്ക് നിന്നെ കാണാൻ പറ്റൂ. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ശരി, എന്തായാലും നീ കൊണ്ടുവന്ന മോതിരല്ലേ, നീ തന്നെ എനിക്ക് ഇട്ടുതാ. നീ തന്നെ എനിക്ക് ഇട്ടു തരാൻ. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്റെ അച്ഛനൊരു അരിഞ്ഞാണം മേടിച്ചു കൊടുത്തേരെ. മോതിരമൊക്കെ ഇട്ട് ഇപ്പൊ എന്തായാലും ഹാപ്പി ആയല്ലേ? ഇല്ലടാ, ഞാൻ ഭയങ്കര ടെൻഷനില്ല. എന്ത് ടെൻഷൻ? അച്ഛൻ കല്യാണം ആലോചിച്ചു തുടങ്ങി. വേറെ ആരുമല്ല, എന്റെ അമ്മാവന്റെ മോനെ തന്നെയാ, സ്വരസാഗർ. അവനാണെങ്കിൽ മുടിഞ്ഞ പാട്ടുകാരന്. അതുകൊണ്ട് ഉറപ്പായിട്ട് അച്ഛൻ അവനെ കൊണ്ട് തന്നെ എന്നെ കല്യാണം കഴിപ്പിക്കും. പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. പിന്നെ ഞാൻ എന്തിനാ പാട്ട് പഠിക്കുന്നത്? അവൻ നിന്നെ പോലല്ല, അവൻ സ്കൂളിൽ പാട്ടുപാടിയ ട്രോഫി വരെ മേടിച്ചിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പാട്ട് പാടി TC വരെ മേടിച്ചിട്ടുണ്ട്, അറിയോ? ഇനി എന്തെങ്കിലും നല്ല കാര്യം പറയുമ്പോ അപ്പം കൊണ്ടിരിക്കാം. എടി ഞാൻ പറയട്ടെ, ഈ സ്വരസാഗർ അല്ല അവന്റെ അപ്പം വിചാരിച്ചാലും നിന്റെ കഴുത്ത് ഞാൻ തന്നെ താലി കെട്ടും, ഉറപ്പാ. സത്യം? 100% സത്യം.
വന്നാലും ഉണ്ടല്ലോ. പിന്നെ ഞാൻ എന്തിനാ ഇവിടെ വരുന്നത്? ആരെടിയത്? അയ്യോ സ്വരസാഗർ. നിന്നെ കണ്ടിട്ട് നീ ആകെപ്പാണ് എനിക്ക് വയ്യ. ഞാൻ ഒരുപാട് നാളിന് ചേട്ടൻ കാണുകയാണ്. പക്ഷെ അന്നത്തെ പോലല്ല കേട്ടോ. നീ അങ്ങ് കൊഴുത്തു. അറിവൻ അച്ഛന്റെ ശിഷ്യനാ. അത് ശരി. പരസ്യമായിട്ട് പെണ്ണിനൊക്കെ അങ്ങനെ അടിക്കുന്നത് മോശമല്ലേ? അവിടെ ഇരിക്കട്ടെ. പാട്ടുകാരനാണല്ലേ? ആ, പാട്ടൊക്കെ പഠിക്കുന്നുണ്ട്. നമുക്കൊന്ന് കൊമ്പ് കോർത്താലോ? കൊമ്പ് കോർക്കാൻ നീന്ത കാട്ടുപോത്തോ? മനസ്സിലാക്കാൻ അല്ല പിന്നെ നാമച്ചോളാത്ത ഓരോ വർത്താനങ്ങൾ. ഇതെന്താ ഫ്ലാസ്കിനകത്ത്? ഇതിനകത്ത് ചുക്കുവെള്ളം. ദാസേട്ടനും ഇത് തന്നെയാണ് കുടിക്കുന്നത്. അയ്യോ, ഇത് നീ എടുത്തോണ്ട് വന്ന ദാസേട്ടൻ കുടിക്കാൻ പറ്റുമ്പോ എന്ത് ചെയ്യും? പിന്നെ ദാസേട്ടൻ ഇതിനകത്ത് ഒഴിച്ച് കുടിക്കുന്നല്ല പറഞ്ഞത്. ദാസേട്ടനും ചുക്കുവെള്ളം തന്നെയാണ് കുടിക്കുന്നത്. എന്താണ് ഞാൻ നല്ല വേഷം കേട്ടോ, നല്ല ചേർച്ചയുണ്ട്. ദാസേട്ടനും ഇത് തന്നെയാണ് ഇടുന്നത്. പാട്ടുകാരനാണെന്ന് അറിയിക്കാനാണ് ഇതൊക്കെ. നീ വലിയ ആളെന്ന് പറഞ്ഞ ശുദ്ധ സംഗീതം എന്ന് പറഞ്ഞ സാധനം എന്ന് അറിയാം. ഹലോ സുഹൃത്തെ, ഞാൻ വലിയ പാട്ടുകാരനല്ലെങ്കിൽ അത്യാവശ്യം രാഗം തരം പാട്ട് പഠിച്ച ഒരു വ്യക്തിയാണ് ഞാനും. അല്ല സാധനം ഞാൻ ഇട്ട് തരാം. ഞാൻ ഇതെതിരാകുമെന്നറിയോ? ഇത് രാഗമല്ലേ, ഏതോ തൊക്കിന്റെ രോഗവും കണ്ടോ? ഇപ്പൊ ഞാൻ പാടിയ രാഗം നിനക്ക് വല്ല പിടുത്തോണ്ടോ? നിനക്ക് ഇയാളടുത്ത് മത്സരിക്കാനൊന്നും അല്ലല്ലോ ഞാൻ വന്നത്. ഞാൻ ഇവിടെ പാട്ട് പഠിച്ചോണ്ടിരിക്കണല്ലോ. ജാലകങ്ങൾ നീ തുറന്നു, ഞാനതിന്റെ കീഴിൽ നിന്നു. ജാലകങ്ങൾ നീ തുറന്നു, ഞാനതിന്റെ കീഴിൽ നിന്നു. നീ അത് എന്റെ കീഴിൽ അങ്ങോട്ട് മാറി. വലിയ ചല്യം. നീ എന്റെ കീഴിൽ നിന്ന് മാറിയിരിക്കും. ഞാൻ ഇവിടെ ഫീസ് കൊടുത്തിട്ട് പഠിക്കുന്നത്. ഞാൻ നിന്നെ പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ ഫീസ് കൊടുത്ത് പഠിക്കുന്ന കാര്യമില്ല. ഞാൻ സ്വന്തം പെങ്ങടെ മോനെ. ആ പെങ്ങടെ മോനാണെങ്കിൽ കൈ വെച്ചിരുന്നാൽ മതി. അല്ല ഇവനെ അങ്ങനെ വിട്ടാ വെളിയിലിട്ട് പെട്ടോ. ഇവന്റെ പരിപാടിക്ക് ഞാൻ കാണും. എന്നെ അനുഗ്രഹിക്കണം. കണ്ടോ, അതാണ് ഞാൻ അമ്മാന് കൊടുക്കുന്ന ബഹുമാനം. അമ്മ മാത്രമല്ല എന്റെ ഗുരുവാണ്. പിന്നെ എനിക്കൊരു ചെറിയ കയ്യപ്പത്തം പറ്റി. അമ്മാനൊരു സമ്മാനം നമ്മൾ കഴിഞ്ഞ ആഴ്ച ഉത്സവപ്പറമ്പ് പോയപ്പോ എനിക്ക് മേടിച്ചു തന്നില്ലായിരുന്നു. അത് പൊട്ടി. മനസ്സിലായല്ലേ? അതായത് കഴിഞ്ഞതിന്റെ അങ്ങേ ആഴ്ച ഞങ്ങൾ അമ്മാന്റെ കൂടെ ഞാൻ കച്ചേരിക്ക് പോയപ്പം അമ്മാവൻ എന്റെ പാട്ട് ഇഷ്ടപ്പെട്ടിട്ട് അവിടെ നിന്നൊരു മത്തങ്ങാ ബലൂൺ എനിക്ക് മേടിച്ചു തന്നത് സമ്മാനം. പക്ഷെ അത് പൊട്ടിയെങ്കിലും ഞാനത് വേസ്റ്റ് ആക്കിയില്ല. ആ സാധനം ഞാൻ വേസ്റ്റ് ആക്കിയിട്ടില്ല. അതാണ് ഞാൻ സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അല്ല ഇതുകൊണ്ടെന്ത് പ്രയോജനം? ഇതാണ് നീ കണ്ടു പഠിക്കേണ്ടത്. ഇങ്ങനെ വേണം. ഒരു വസ്തു വേസ്റ്റ് ആക്കാൻ പാടില്ല. നമ്മൾ എല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കണം. മാക്സിമം യൂട്ടിലൈസേഷൻ. കേട്ടിട്ടില്ലേ? അല്ല ഇതുകൊണ്ട് എന്താ പ്രയോജനം എന്ന് പറ. ഒരു വസ്തുവും പാഴാക്കാൻ പാടില്ല മോനെ. ഞാൻ എപ്പോഴും നിന്നോട് പറയുന്ന ഇതാണ്. ഇതൊക്കെ നീ കണ്ട് പഠിക്കണം. അല്ല ഞാൻ ഇപ്പൊ വാക്ക് തരുന്നു. ഇനി എന്തൊരു വസ്തു കിട്ടിയാലും അത് ഞാൻ ഉപയോഗിച്ചിരിക്കും. നഷ്ടപ്പെടുത്തരുത്. അത് ഗുരുവിന് തരുന്ന വാക്കാ. അച്ഛാ എനിക്ക് ഡാൻസ് ക്ലാസ്സിന് പോവാൻ സമയമായി. അതെ അച്ഛാ, ഇന്ന് ഫീസ് കൊടുക്കേണ്ട ദിവസമാണ്. എനിക്കൊരു 500 രൂപ തരൂ. ഓ, ഇത് 2000 ആണല്ലോ ചില്ലറ. ഇപ്പൊ അയ്യോ ഇല്ല, ഞാൻ ആ പൈസ കിട്ടി കൊടുത്തു കാണത്തില്ല കേട്ടോ. നീ പോകുമ്പോ ഒരു കാര്യം ചെയ്യ്. ഇത് മാറിട്ട് ഒരു 500 രൂപ കൊടുത്തരാ. ബാക്കി പൈസ തിരിച്ചുകൊണ്ടതായി. ശരി, അപ്പൊ ഞാൻ പോയിട്ട് വരാട്ടോ. പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? പരിപാടി തകർത്തു എന്ന് വെച്ചാൽ തകർപ്പണോ ഞാൻ. എനിക്കറിയാം. ഞങ്ങള് ഇന്നത്തെ പ്രോഗ്രാമിന്റെ അമ്പലത്തിൽ നിന്ന് വരികയാണേ. അപ്പൊ വൈകുന്നേരമാണ് പ്രോഗ്രാം. പക്ഷെ എന്തിനാണ് സാഹചര്യം പെട്ടെന്ന് ഇങ്ങോട്ട് വരാനായിട്ട് പറഞ്ഞത്? മോനെ ഇങ്ങോട്ട് മാറി നിൽക്കും. ഒരു കാര്യം പറഞ്ഞോട്ടെ. അതായത് നവരാത്രി ആണല്ലോ. അപ്പൊ ഇന്ന് എനിക്ക് 2 പരിപാടികൾ വന്നിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് ആദ്യത്തെ പ്രോഗ്രാം നേരത്തെ അവർ അഡ്വാൻസും കാര്യങ്ങളും തന്നതായിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോ എങ്ങനെയാ? അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ മനസ്സിലാക്കണം, എന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം. നവരാത്രി ആയിട്ട് എനിക്ക് പകരം എന്റെ മരുമകനായ ഇദ്ദേഹം അവിടെ ഒന്ന് പ്രസന്റ് ചെയ്യും. എന്റെ പാവതരെ, നിങ്ങളുടെ ഒരു കച്ചേരി കേൾക്കാനാ ജനങ്ങൾക്ക് ഇഷ്ടം. എന്നെക്കാൾ മികച്ച ഗായകനാണവൻ. ആണോ? സ്വരസാഗർ. ചേട്ടാ
മനസ്സിലായില്ലേ? ഇല്ല. നമ്മൾ അമ്പലത്തിൽ കഴിഞ്ഞ 5 വർഷം മുമ്പ് പ്രോഗ്രാമിന് വന്നില്ലേ സ്വരസാഗർ എന്ന് പറയുന്നത്? ആ വ്യക്തിയാ നമ്മൾ 1 മണിക്കൂറത്തെ പ്രോഗ്രാമിൽ ബുക്ക് ചെയ്തത്. ഈ പുള്ളി 2 മണിക്കൂർ പാടി. ഓർമ്മയില്ലേ? ഇപ്പൊ ഓർമ്മ വന്നു. സ്വരസാഗർ എങ്ങനെയാ 1 മണിക്കൂറത്തെ പ്രോഗ്രാം 2 മണിക്കൂറായത്? നീ ആദ്യം പാടിയ പാട്ട് തെറ്റില്ലടാ. അത് നിന്നെ കൊണ്ട് ശരിയാക്കാൻ വേണ്ടി 40 തവണ പഠിപ്പിച്ചു പോലടാ 2 മണിക്കൂറായത്. ഞാൻ ഒരു കാര്യം പറട്ടെ, ഒന്നെങ്കിൽ അവിടെ പറയുന്ന ആൾക്കാർക്ക് വിവരം വേണം, അല്ലെ പാടുന്ന എനിക്ക് വിവരം വേണം. ഇത് 2 വിലാത്ത ഞാൻ തീർത്തു. നീ ഇവൻ പാടിയത് കാരണം ആൾക്കാർ മൊത്തം തക്കാളിയും ആ ചീഞ്ഞ മുട്ട എല്ലാം വാരി എറിഞ്ഞ് നിന്റെ മോദം വാരിച്ചല്ലടാ എടുത്തതല്ല. അതെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കട്ടെ, അവർ അത്രയും ചീമുട്ടയും തക്കാളി എന്നെ വലിച്ചെറിഞ്ഞു. ഞാൻ കമാന്നൊരു അക്ഷരം മിണ്ടിയാ ഞാൻ. എങ്ങനെ മിണ്ടും? 2 തക്കാളി നിന്റെ വായിക്കാതിരിക്കല്ലായിരുന്നാ? ഇതെന്തോ അല്ല, അത് ഒരു കാര്യം 5 വർഷത്തിന് മുമ്പുള്ള കഥയാണല്ലോ ഈ പറഞ്ഞത്. ഇപ്പോൾ അവന് ഒരുപാട് സാധകം ചെയ്ത് നന്നായിട്ടുണ്ടല്ലേ മോനെ? നിങ്ങൾ ധൈര്യമായിട്ട് ഞാൻ ഇന്ന് വരാന്ന്. ഇന്ന് ഞാൻ വന്ന ഞാൻ ഒരു ഉറപ്പ് ഞാൻ തരാം. ഇന്ന് ഞാൻ ആ സ്റ്റേജിൽ പാടിയാൽ ഒരാൾ പോലും ചീഞ്ഞ മുട്ടയോ ചീഞ്ഞ തക്കാളിയോ എന്നെ എറിയില്ല. അത് സ്വരസാഗറിന്റെ വാക്കാണ്. ഇത്ര കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത്. അത് ചെയ്യില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് അത്ര വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ ഒരു 500 രൂപ മുദ്രപത്രം കൊണ്ടുപോയി ഞാൻ എഴുതി ഒപ്പിട്ട് ഞാൻ തരാം. നിനക്ക് ഇത്ര ഉറപ്പോ? അല്ല, അത്ര ഉറപ്പായിട്ടല്ല മാമ. അതായത് ഈ 15 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ മലക്കറി കടയിൽ നിന്നും നോക്ക് ചീഞ്ഞ തക്കാളി ചീഞ്ഞ ചീമുട്ടയും മേടിച്ച് കിറ്റിനകത്താക്കി കൊണ്ടുവന്നിരിക്കുക ഞാൻ. ഇനി ഇവന്മാരിത് എവിടെ നിന്ന് എടുത്തിട്ട് എനിക്കിട്ട് അറിയുമെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. എന്റെ പൊന്നു ഭാഗവതരെ, ദയവ് ചെയ്ത് നിങ്ങൾക്ക് പാടാൻ വരാൻ പറ്റില്ല, നമുക്ക് മനസ്സിലായി, നമ്മൾ സഹിച്ചു. പക്ഷേ യവന് അങ്ങോട്ട് പാടാൻ വിടരുത്. ഞങ്ങളൊരു അഡ്വാൻസ് തന്നിട്ടുണ്ടല്ലോ, അതൊരു ദക്ഷിണാറ്റ് അങ്ങ് എടുക്കുക. ദയവ് ചെയ്ത് യവൻ അങ്ങോട്ട് വിടണ്ട. ശരി, ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. സന്തോഷം. അയ്യോ, നിന്നെ പരിസരത്തോണ്ടോ? അല്ല, അവർക്ക് വേണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അവർക്കല്ലോ, ആർക്കും വേണ്ടല്ലോ തന്നെ. അതാണ് വിഷയം. പക്ഷെ എന്നാലും സംഗീതം ഞാൻ കൈവിടത്തില്ല. അമ്മാവാ കയറി പോലെ അങ്ങോട്ട് പോയിക്കേ. എന്താടാ നീ കാണിച്ചത്? മാഷ് എപ്പോഴും പറയാറില്ലേ ഞാൻ എന്ത് കിട്ടിയാലും വേസ്റ്റ് ആക്കുമെന്ന്. ഞാൻ 2000 രൂപ ചില്ലറ മാറാൻ എല്ലാ കടയിലും കയറി ഇറങ്ങി നടന്നു. എങ്ങൊന്നും ചില്ലറ കിട്ടിയില്ല. അവസാനം ഒരു പൂക്കടയിൽ ചെന്നപ്പോ അവര് പറഞ്ഞ് എന്തെങ്കിലും മേടിച്ചു കഴിഞ്ഞാൽ ചില്ലറ തരാന്ന്. അങ്ങനെ ഞാൻ 2 മാല മേടിച്ച് ഇനി അത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതി ഇത് ഞങ്ങൾ പരസ്പരം അങ്ങോട്ടൊരു അമ്പലത്തിൽ കയറി എങ്ങ് ഇട്ട്. ഇനി പറ, ഞാൻ ഈ മാല വേസ്റ്റ് ആക്കിയില്ലല്ലോ. നീ മാല വേസ്റ്റ് ആക്കിയില്ല, പക്ഷെ എന്റെ മോളുടെ ജീവിതം നീ വേസ്റ്റ് ആക്കിയടാ ദുഷ്ട. എന്റെയും ക്യൂട്ടി ദ ബ്യൂട്ടീസ് ഓഫ് കോമഡി മാസ്റ്റേഴ്സിൽ ഇന്നത്തേക്ക് നമുക്ക് ബൈ ബൈ പറയാനുള്ള ടൈമായി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ 1 അവർ നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സർ, നമുക്ക് ഇന്നത്തേക്ക് ബൈ പറയാം, പക്ഷെ നമ്മൾ വീണ്ടും തിരിച്ചു വരും. അപ്പോൾ ഇന്നത്തേക്ക് എല്ലാവർക്കും ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ബൈ. Costume courtesy for Nadir Shah and Mamukoya. London Classic Casual Shirts. Costume courtesy for Gopika. Lagire. Jewelry courtesy for Gopika. Planet Jewel.